ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ്. എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് വിചാരിച്ചാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ 27/2017 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. നിങ്ങൾക്ക് ഈ പറയുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ യൂട്യൂബിൽ കാണാൻ വേണ്ടി പറ്റില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ യൂട്യൂബിൽ അവൈലബിൾ ആവുന്നത്. സോ വ്യൂവേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേയധികം ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ. കുറേ പേര് അതിൻ്റെ ക്ലാസ്സസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചു, സിലബസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് എനിക്കതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അയച്ചു തന്നതിൽ കുറേയൊക്കെ അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉള്ളത് വേണ്ടേ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ക്വാളിറ്റി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ചെയ്യുകയാണ്. സോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 27/2017 ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ചോദ്യങ്ങളായിരുന്നു ടെക്നിക്കൽ ഉണ്ടായിരുന്നത്. 20 ചോദ്യങ്ങൾ ജനറൽ PSCയിലെ ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം 2017 നടന്ന പരീക്ഷയായിരുന്നു അല്ലേ. സോ 80 ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ 100 ചോദ്യങ്ങളും ടെക്നിക്കൽ തന്നെയായിരിക്കും, ഇലക്ട്രിക്കലിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ തുടങ്ങിയാലോ? യെസ്. സോ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ ഏതാണ് പഠിക്കേണ്ടത്, ഏത് ലെവലായിരിക്കും, ഏത് ലെവലിൽ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇതിൻ്റെ സിലബസ് ഒന്നും വരാത്ത സ്ഥിതിക്ക് ഓക്കെ, നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ITI സിലബസിൽ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഒരു ഇലക്ട്രീഷ്യൻ സിലബസിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സോ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു സീരീസ് ഓൾറെഡി ഉണ്ട്. 46ഓളം വീഡിയോസ് അടങ്ങിയ ഒരു സീരീസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പണ്ട് കണ്ടതാണെങ്കിൽ അതിൽ നിന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ള പ്ലേ ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു പ്ലേ ലിസ്റ്റ് അവിടെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉള്ളതായിരിക്കും. ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ITI സിലബസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒറിജിനൽ സിലബസ് വന്നു കഴിഞ്ഞാൽ മാത്രം ഷിഫ്റ്റ് ചെയ്താൽ മതി. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ട്രേഡ്സ്മാൻ്റെ അതേ സിലബസിൽ തന്നെയായിരുന്നു, ഏകദേശം അതേ സിലബസിൽ തന്നെയായിരുന്നു ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ഉണ്ടായിരുന്നത്. ഈ സേഫ്റ്റി പ്രാക്ടീസ് അതേപോലെയുള്ള കുറച്ച് ഏരിയാസ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം സിലബസ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ITI യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. സോ നമുക്ക് സിലബസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അഡീഷണൽ ആയിട്ട് ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് ആ രീതിയിൽ പഠിച്ചാൽ മതിയല്ലോ. നിലവിൽ നിങ്ങൾ ഒരു ഇലക്ട്രീഷ്യൻ സിലബസിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ. അതിനാവശ്യമായിട്ടുള്ള വീഡിയോ സീരീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. പുതുതായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി കഴിഞ്ഞ ലിസ്റ്റിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ആ പരീക്ഷ നടന്നത് 2017 എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് വന്നത് 3/7/2019 ലിസ്റ്റ് വന്നത് കേട്ടോ. ഓക്കെ. സോ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ ലിസ്റ്റ് 3/7/2019 മുതൽ 3/7/2022 വരെ കണ്ടോ. 1/7/2022 വരെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഏകദേശം 90ഓളം അഡ്വൈസുകൾ ഈ ഒരു പോസ്റ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ കാറ്റഗറിയിൽ 72, ഈഴവയിൽ 94, SC 184, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഏതൊക്കെ റാങ്ക് വരെ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 61.67 ആയിരുന്നു കേട്ടോ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.67 ആയിരുന്നു. അതിൽ 80 ടെക്നിക്കൽ ചോദ്യങ്ങളും 20 ജനറൽ നോളജ് ചോദ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കട്ട് ഓഫാണ് 61.67. അതിൽ 1-2 ചോദ്യങ്ങൾ ഡിലീറ്റും ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. ഇനി മാർക്കൊന്ന് നോക്കിയാലോ. യെസ്, 61.67 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ്. ടോപ്പ് കിട്ടിയ ആൾക്ക് 83 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്ത ഒരു എക്സാം ആണെന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമാണ്, ഒരു ഇലക്ട്രീഷ്യൻ പരീക്ഷയിൽ സാധാരണയായിട്ട് ഒരു 80-ന് മേലെ അല്ലെങ്കിൽ 90 അടുപ്പിച്ചൊക്കെ മാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കണ്ടോ, 78, 79 ആ റേഞ്ചിലൊക്കെ ടെസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ട്.
ദെൻ അതിനുശേഷം ഇൻ്റർവ്യൂവും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ട്രേഡ്സ്മാൻ, ഇൻസ്ട്രക്ടർ, ലെക്ചർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ഇൻ്റർവ്യൂവും ഉണ്ടാവും. സോ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണുന്നത്. സോ ഇത് ഞാൻ കാണിച്ചത് ഇത്ര മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് ഈ മാർക്കായിരിക്കുമോ? അല്ല, ഇതിനേക്കാളും നല്ല മാർക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ അത്രക്കും കൂടുതലാണ്. സോ ഡയലോഗൊക്കെ നിർത്തി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഓരോ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് 30 ohm റെസിസ്റ്റർ ആൻഡ് 15 ohm റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ പാരലൽ. ഒരു 30 ohms 15 ohms പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ്? രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ തമ്മിലുള്ള ആളെക്കാളും ചെറുതായിരിക്കും. കണ്ടോ, ഇവിടെ 30 15 ആളെ, ഇപ്പോൾ 15നേക്കാൾ താഴെയുള്ള ഏത് വാല്യൂ നോക്കിയേ, ആകെ 10 എന്നുള്ള വാല്യൂ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ. സോ അത് ചൂസ് ചെയ്യാം, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. മനസ്സിലാക്കുക, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അവയിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ കൺഫ്യൂഷൻ വരാൻ വേറെ സാധ്യതയൊന്നുമില്ല. ദെൻ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഞാൻ സ്റ്റെപ്പ് പറഞ്ഞിരുന്നതാണ്. 30 × 15 ഡിവൈഡഡ് ബൈ 30 + 15 എത്രയാണ്? 45 അല്ലേ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, 45നെ 9 50 45 അല്ലേ, 6. ദെൻ വീണ്ടും കട്ട് ചെയ്തു, 3 2 ദെൻ 5 യുടെ പോയി 25 10 അങ്ങനെ കിട്ടും അല്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹാക്സോ ബ്ലേഡ്സ് ആർ മേഡപ്പ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഹാക്സോ ബ്ലേഡ് ഏത് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇത് ടൂൾസ് എന്നുള്ള സെക്ഷനാണ് കേട്ടോ. അപ്പം ഹൈ സ്പീഡ് കാർബൺ, ഹൈ സ്പീഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹൈ സ്പീഡ് സ്റ്റീലാണ്, ഹൈ കാർബൺ അല്ല, ഹൈ സ്പീഡ് സ്റ്റീൽ. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് ചിസൽ യു വുഡ് സെലക്ട് ഫോർ സ്ക്വയറിംഗ് ദി കോർണേഴ്സ്? ഓക്കെ, ഡയമണ്ട് ചിസലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ടൂൾസ് എന്നുള്ള സെക്ഷൻ എന്നുള്ള ചോദ്യമാണ്. നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഷേപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് നോ സ്മോക്കിംഗ് പ്രൊഹിബിഷൻ സൈൻ? ഓക്കെ, അതിൻ്റെ ആൻസർ സർക്കുലാർ ആണ്. നമ്മുടെ സേഫ്റ്റി പ്രാക്ടീസ് എന്നുള്ള സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പ്രൊഹിബിഷൻ സൈന്, ദെൻ മാൻഡേറ്ററി സൈന്. നമ്മൾ സാധാരണയായിട്ട് പ്രൊഹിബിഷനും പ്രൊഹിബിഷൻ സൈനും മാൻഡേറ്ററി ആയിട്ടുള്ളത് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെയുള്ള സൈനുകൾ കണ്ടില്ലേ, സൈൻ ബോർഡുകൾ കണ്ടില്ലേ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെയുള്ള സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ, അത് രണ്ടും സർക്കുലാർ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദെൻ വാണിംഗ് ആണെങ്കിൽ അത് ട്രയാങ്കിൾ ആണ് കേട്ടോ. അത് നിങ്ങൾക്കൊരു വാണിംഗ് ആയിട്ടുള്ള സൈൻ ആണെങ്കിൽ അത് ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും നമ്മൾ കാണിക്കുക. ദെൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ വരുന്നത് ഇൻഫർമേഷൻസ് ആയിരിക്കും കേട്ടോ. ഇൻഫർമേഷൻസ് ആണെങ്കിൽ അത് സ്ക്വയർ ഷേപ്പിൽ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ദെൻ വാട്ട് ഈസ് ദി കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? ഇലക്ട്രിക്കൽ എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് എന്താ? അത് യൂണിറ്റ് ആണല്ലേ, യൂണിറ്റ്. നമ്മൾ ഇത്ര യൂണിറ്റ്, വീട്ടിലൊക്കെ കൺസംഷൻ എത്ര പറയാം, 200 യൂണിറ്റ് ഒക്കെ അല്ലേ പറയാം. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? 1 കിലോവാട്ട് അവറാണ്. 1 കിലോവാട്ട് അവറാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ആസ് പെർ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. കറണ്ട് എന്തിനാ പ്രൊപ്പോർഷണൽ? കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ് അല്ലേ. അത് അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് നമ്മുടെ റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് വി സി ഈക്വൽ ടു ഐ ആർ എന്ന് പറയാം. സോ വോൾട്ടേജ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, 3 റെസിസ്റ്റൻസ് 1K, 2K, 7K ohms are connected in series with 30 volt supply. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? കറണ്ട് എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് വേഗം കണ്ടുപിടിക്കാം. 1Kയും 2Kയും 7Kയും സീരീസ് ആണെങ്കിൽ 7 2 9 10K ആണ് ആൻസർ അല്ലേ. സോ ഇത് വെട്ടിക്കളയാം. നെക്സ്റ്റ്, കറണ്ട് എത്രയാണെന്ന് ചോദിച്ചേ. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താ പറയുക, നിങ്ങൾ 10K ആണ് റെസിസ്റ്റൻസ്, വോൾട്ടേജ് 30 വോൾട്ട്. അപ്പോൾ കറണ്ട് എത്രയാണ്? 30/10 3 ആംപിയർ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പലരും പിക്ക് ചെയ്യും. നമ്മുടെ മൈൻഡ് ആ രീതിയിലേക്ക് പോവും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കിയേ, റെസിസ്റ്റൻസ് 10 ഓം അല്ലല്ലോ, 10 കിലോ ഓം ആണ് അല്ലേ. സോ കറണ്ട് എത്രയാണ്?
വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 30 വോൾട്ട് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ് 10 കിലോ ഓം ആണ് 10 × 10⁻³ ഇത് കറക്റ്റാണ് 10⁻³ മേലേക്ക് പോകുമ്പോൾ 10⁻³ ആവും 30/10 × 10⁻³ സോ 3 × 10⁻³ ദിസ് മച്ച് ഓഫ് ആംപിയർ 10⁻³ എത്രയാണ് മില്ലി അല്ലേ സോ 3 മില്ലി ആംപിയർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ തെറ്റിപ്പോകരുത് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് തന്നെയാണ് കുറേ പേര് എന്ത് ചെയ്യും ചാടിക്കേരി ആൻസറൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓപ്ഷൻ എ ആയതുകൊണ്ട് ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ 10 കിലോ ഓം 3 മില്ലി ആംപിയർ നെക്സ്റ്റ് വൺ എ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ഓൺലി വെരി സ്ലൈറ്റ്ലി ഈസ് കോൾഡ് ഓക്കെ നമ്മൾ ഡയാമാഗ്നറ്റിസം പാര ഫെറോ ഒക്കെ നമ്മൾ പറയുന്നതാണ് ഫെറോ ആണെങ്കിൽ സ്ട്രോങ്ലി ആണല്ലേ സ്ട്രോങ്ലി ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഓൺലി വെരി സ്ലൈറ്റ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് പാര എന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ല ഡയും കൂടി അവിടെ വരും എന്തുകൊണ്ടാണ് പാരാമാഗ്നറ്റിക് എന്ത് സംഭവിക്കും യെസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ സ്ലൈറ്റ്ലി ഡൈ ആണെങ്കിലോ ഇൻ ഓപ്പോസിഷൻ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് സ്ലൈറ്റ്ലി അല്ലേ സോ രണ്ടും സ്ലൈറ്റ്ലി ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ ഓക്കെ ആദ്യം പ്രൊവിഷണൽ കീ വരുന്ന സമയത്ത് ബി ആയിരുന്നു ആൻസർ ഫൈനൽ കീ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി എന്താ അത് ടെസ്ലയാണ് വേറെ നമ്മൾ കുറേ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സോ വേറെ പറയേണ്ട ആവശ്യമില്ല ദെൻ ഇൻ എ 3 ഫേസ് ബാലൻസ്ഡ് ലോഡ് കറണ്ട് ഇൻ ദി ന്യൂട്രൽ വേരീസ് കണ്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ ന്യൂട്രലിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല 0 ആണ് ആൻസർ ഓക്കെ അല്ലേ യെസ് ദെൻ മെറ്റൽ യൂസ്ഡ് ഫോർ ദി കൺട്രോൾ സ്പ്രിംഗ് ഇൻ എൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വളരെ എളുപ്പമാണ് നമ്മൾ PMMC ഒക്കെ പറയുന്ന സമയത്ത് ഫോസ്ഫർ ബ്രോൺസ് വയേഴ്സ് ആണ് യൂസ് ചെയ്യുക എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് വർക്ക്സ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് അല്ലേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മെഷർമെൻറ്റിലെ ചോദ്യമാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ DC മോട്ടോർ അതുകൊണ്ടാണ് നമ്മൾ മോട്ടോർ മീറ്റർ എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ ദെൻ റൊട്ടേറ്റിംഗ് സ്പീഡ് ഓഫ് എ മാഗ്നെറ്റോ ടൈപ്പ് മെഗർ 160 RPM ആണ് നമ്മൾ മാഗ്നെറ്റോ ടൈപ്പ് മെഗറിൻ്റെ സ്പീഡ് പറയുന്നത് നമ്മൾ ക്ലച്ച് അസംബ്ലിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യും അല്ലേ റൊട്ടേറ്റിംഗ് ചെയ്യുന്ന സ്പീഡ് 160 RPM ആണ് ഇതൊക്കെ നിമി ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ് കേട്ടോ നെക്സ്റ്റ് കറണ്ട് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് കറണ്ട് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുക യെസ് നമ്മൾ CTs യൂസ് ചെയ്യുക ഹൈ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം 1000 ആംപിയർ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ നമ്മളൊരു 10 ആംപിയർ ഒക്കെ കിട്ടുന്ന രീതിയിലല്ലേ യെസ് അപ്പോൾ കറണ്ട് ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലേ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യും സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഹേർട്സ് ആണ് വേറെ ഒന്നും പറയാനില്ല നെക്സ്റ്റ് ഈഫ് ദി പവർ ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് ഈസ് യൂണിറ്റി റിയാക്റ്റീവ് പവർ ഈസ് 0 അല്ലേ എന്താ യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ നമ്മൾ പറയില്ലേ ഇതല്ലേ അപ്പാരൻറ്റ് പവർ ഈ അപ്പാരൻറ്റ് പവർ മുഴുവനായിട്ട് നമ്മൾ ആക്റ്റീവ് പവറായിട്ട് കൺസ്യൂം ചെയ്തു അല്ലേ VI cos φ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തു ദെൻ അവിടെ റിയാക്റ്റീവ് പവർ എന്താ VI sin φ ആണ് VI sin φ സോ പവർ ഫാക്ടർ യൂണിറ്റി ആണെന്നാണ് പറഞ്ഞത് അല്ലേ പവർ ഫാക്ടർ യൂണിറ്റി ആകുമ്പം കോസ് ഫൈ എന്ന് പറയുന്നത് യൂണിറ്റി ആണ് അപ്പം ഫൈ എത്രയായിരിക്കും ഫൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും കോസ് 0 അല്ലേ 1 സോ സൈൻ ഫൈ ഇതാണ് നമ്മുടെ റിയാക്റ്റീവ് പവർ VI sin 0 അതെത്രയാണ് 0 ആണ് റിയാക്റ്റീവ് പവറിൻ്റെ അവിടെ ആവശ്യമില്ല 0 ആണ് ദെൻ കപ്പാസിറ്റി ഈസ് കണക്റ്റഡ് ഇൻ എ സീലിംഗ് ഫാനിൽ നമ്മൾ എങ്ങനെയാണ് കപ്പാസിറ്റി കണക്ട് ചെയ്യുക യെസ് നമ്മൾ സീരീസ് ആയിട്ട് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ തെറ്റിപ്പോവും ഇലക്ട്രിക് സർക്യൂട്ടിനെയും മാഗ്നറ്റിക് സർക്യൂട്ടിനെയും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കും ഇതൊക്കെ നമ്മൾ നമ്മുടെ ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടേബിളൊക്കെ ആക്കിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതുവരെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ ആ സീരീസിലെ മുഴുവൻ വീഡിയോസും കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് കണ്ടക്റ്റൻസ് അല്ലേ അത്രയുള്ള കാര്യം സോ ബി ആണ് കറക്റ്റ് ആൻസർ ദെൻ ഇന്നർ ട്യൂബ് ഓഫ് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഹാസ് ആർഗൺ ഗ്യാസ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ടാവും നെക്സ്റ്റ് 250 വോൾട്ട് 100 വാട്ട് ലാമ്പ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് ടു 250 വോൾട്ട് സപ്ലൈ വിൽ ലൈറ്റ് കണ്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 250 വാട്ടിൻ്റെ ലാമ്പുണ്ട് 250 വോൾട്ടിൻ്റെ ലാമ്പുണ്ട്
രണ്ടും 100 വാട്ടാണ്. 250 വോൾട്ട് 250 വോൾട്ട്. അത് സീരീസ് ആണ് കണക്ട് ചെയ്തത്, അതാണ് അതിൻ്റെ പ്രത്യേകത. അക്രോസ് 250 വോൾട്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയാണോ? അല്ല, നമ്മുടെ വീടുകളിലൊക്കെ പാരലൽ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഓരോ എക്യുപ്മെൻറ്റിനും സെയിം വോൾട്ടേജ് കിട്ടും. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന വോൾട്ടേജ് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് രണ്ടും സെയിം വാട്ടേജിലുള്ള ലാമ്പുകളായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? യെസ്, ഈ രണ്ട് ലാമ്പുകൾക്കും ഈക്വൽ വോൾട്ടേജ് 125 വോൾട്ടും 125 വോൾട്ടും മാത്രമേ കിട്ടുകയുള്ളൂ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്, ഈക്വലായിട്ട് കിട്ടുന്നത്? അവിടെ രണ്ടിൻ്റെയും പവർ സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ എനിക്കങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാം രണ്ടിനും 125 ഈച്ച് കിട്ടുമെന്ന് പറയാം. എന്തുകൊണ്ടാണ്? രണ്ടിൻ്റെയും പവർ റേറ്റിംഗ് സെയിം ആണ്. സോ 250 വോൾട്ട് കൊടുക്കേണ്ട ഒരു ലാമ്പിന് 125 വോൾട്ട് ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് ബൾബും ഡിമ്മായിട്ടാണ് വർക്ക് ചെയ്യുക കേട്ടോ. വൺ ഡിമ്മ് അതർ ബ്രൈറ്റ് ആണോ? അല്ല, അത് വരുന്നത് ഏത് കേസിലായിരിക്കും? നമ്മൾ ഡിഫറെൻറ്റ് വാട്ടേജുള്ള ലാമ്പുകൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും. അവിടെ ഏതായിരിക്കും ബ്രൈറ്റായിട്ട് കത്തുക? അവിടെ വാട്ടേജ് കുറഞ്ഞ ലാമ്പാണ് ബ്രൈറ്റായിട്ട് കത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50 വാട്ടും ഒരു 75 വാട്ടും വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 50 വാട്ട് ബ്രൈറ്റായിട്ട് കത്തും, 75 വാട്ട് ഡിമ്മായിട്ട് കത്തും കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് പോവാം. അക്കോർഡിംഗ് ടു NE നാഷണൽ ഇലക്ട്രിസിറ്റി കോഡ്, കളർ ഓഫ് ന്യൂട്രൽ എന്താ? ബ്ലാക്ക് ആണ്. ഓക്കെ, പ്രോസസ് ബൈ വിച്ച് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ DC ജനറേറ്റർ ഈസ് കോൾഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അല്ലേ? ഡൈനാമിക് ആണ്. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സ്പ്ലിറ്റ് റിംഗ് ഈസ്, സ്പ്ലിറ്റ് റിംഗ് നമ്മൾ യൂസ് ചെയ്യുക കോപ്പറാണ് കേട്ടോ. കോപ്പറാണ് നമ്മൾ സ്പ്ലിറ്റ് റിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ആർമേച്ചർ കോർ ഈസ് ലാമിനേറ്റഡ് ടു മിനിമൈസ് എഡ്ഡി കറണ്ട് ലോസ്. മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ ആർമേച്ചർ കോർ ലാമിനേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എഡ്ഡി കറണ്ട് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, കണ്ടക്ടർ ഓഫ് ആർമേച്ചർ വൈൻഡിങ് ആർ സോൾഡേർഡ് ടു കമ്മ്യൂട്ടേറ്റർ അറ്റ് റൈസർ. ഇതൊക്കെ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയുള്ള വാക്കാട്ടോ. റൈസർ എന്ന് പറയും, അല്ലെങ്കിൽ ലഗ് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നിമി ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇപ്പം നിലവിൽ നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യൂ. സപ്പോസ് ഡിപ്ലോമ ലെവലിലുള്ള സിലബസ് ആണ് വരുന്നതെങ്കിൽ കൂടി നിങ്ങൾക്കൊരു 20% ഒക്കെ അധികമായിട്ട് പഠിക്കേണ്ടി വരികയുള്ളൂ. ഇൻ എ 4-പോൾ സിംപ്ലക്സ് ലാപ്പ് വൗണ്ട് ആർമേച്ചർ ദി നമ്പർ ഓഫ് പാരലൽ പാത്ത് ആർ. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കാണേണ്ട പോയിന്റ് അത് ഏത് വൗണ്ടാണ് നോക്കുക കേട്ടോ. ലാപ്പ് വൗണ്ട് ആണ്. ലാപ്പ് വൗണ്ട് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോളിന് ഈക്വൽ ആയിരിക്കും. A is equal to P. പാരലൽ പാത്ത് എത്രയാ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഇത് എത്ര പോളാ? 4 പോൾ അല്ലേ? സോ 4 എണ്ണമാണ് ഉണ്ടാവുക. ടു ഗെറ്റ് സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ കുറക്കാൻ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർപോളേ ആൻസർ വരുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കേണ്ട. അവിടെ എന്താണ് ആർമേച്ചർ റിയാക്ഷൻ എന്നൊക്കെ കണ്ടിട്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. കമ്മ്യൂട്ടേഷൻ ആണോ? ഇൻ്റർപോൾസ്. ഓക്കെ, സ്പീഡ് ഓഫ് DC സീരീസ് മോട്ടോർ അറ്റ് നോ ലോഡ്. നമുക്കറിയാം സീരീസ് മോട്ടോർ, DC സീരീസ് മോട്ടോർ ഒരിക്കലും നോ ലോഡിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഷണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഷണ്ട് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണെന്ന് പറയും. സീരീസ് മോട്ടർ ആണെങ്കിൽ യെസ്, സ്റ്റാർട്ടിങ് കേസിൽ നമ്മൾ ലോഡ് കൊടുക്കാതിരിക്കുന്ന സമയങ്ങളിൽ അവിടെ സ്പീഡ് ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം എന്താ? അവിടെ ഫ്ലക്സ് ഉണ്ടാവില്ല. N is equal to EB/phi അല്ലേ? യെസ്, അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ ഫ്ലക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ സ്പീഡ് ഇൻഫൈനൈറ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു സ്പെസിഫൈഡ് ലോഡ് വെച്ചിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ. വിച്ച് ആപ്ലിക്കേഷൻ റിക്വയർസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്? ട്രെയിന്, ലോക്കോമോഷൻ അല്ലേ, ട്രാക്ഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ DC സീരീസ് മോട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് അവിടെയാണ്. ഓപ്ഷൻ ബി ലോക്കോമോട്ടീവ് ആണ് ആൻസർ. ദെൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ്. വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്യുക. എളുപ്പമാണ്. പർപ്പസ് ഓഫ് ഓയിൽ ഇൻ ദി ട്രാൻസ്ഫോമർ, ഇൻസുലേറ്റ് ചെയ്യാനും കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക. ലൂബ്രിക്കേറ്റ് അല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ലൂബ്രിക്കേറ്റ് അല്ലാത്ത? ട്രാൻസ്ഫോമർ അല്ലേ? ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ലൂബ്രിക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മോഷൻ കേട്ടോ. ഒരു മോഷൻ ബിറ്റ്വീൻ ദി പാർട്ട്. ഇപ്പോൾ നമ്മൾ പറയാം ഒരു എൻജിൻ എന്ന് പറഞ്ഞു കേട്ടോ. ഒരു എൻജിനിലൊക്കെ എന്താണ്? അവിടെ ഗിയേഴ്സിൻ്റെ ഒക്കെ മോഷൻ ഉണ്ട്, പിസ്റ്റൻ്റെ ഒക്കെ മൂവ്മെൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലൂബ്രിക്കേഷൻ പറയാം. പക്ഷേ ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് അല്ലേ? അവിടെ ഇൻസുലേഷൻ ആണ് വരിക. ഇൻസുലേറ്റ് ആൻഡ് കൂളിംഗ് കേട്ടോ.
ഫ്രീക്വൻസി യൂസ്ഡ് ഇൻ ഇന്ത്യ 50 ഹെർട്സ്. ദെൻ ഔട്ട്പുട്ട് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ഈസ് റേറ്റഡ് ഇൻ KVA. വലിയ മെഷീൻസ് ട്രാൻസ്ഫോമേഴ്സൊക്കെ നമ്മൾ KVAയിലാണ് റേറ്റ് ചെയ്യുക അല്ലേ. സോ ഔട്ട്പുട്ട് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ഈസ് റേറ്റഡ് ഇൻ KVA എന്നുള്ളതാണ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് റോട്ടർ? വൈൻഡിങ്, ഷാഫ്റ്റ്, കോർ, ഇതൊക്കെ റോട്ടറിലുള്ള. എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താ? എൻഡ് പ്ലേറ്റ് നമ്മുടെ കേസിങ്ങിൽ വരുന്നതാണ് അല്ലേ. യെസ്, എൻഡ് പ്ലേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക? യെസ്, റൊട്ടേഷന് വേണ്ടിയിട്ട് ബെയറിങ്ങുകളൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. യെസ്. ദ ഫങ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ്. സോൾഡറിങ്ങിൽ എന്തിനാണ് ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്? ടു ക്ലീൻ ദി ഡേർട്ട് ഓൺ ദി സോൾഡറിങ് സർഫേസ്. കറക്റ്റ്. ലോവർ ദി മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് സോൾഡർ. കറക്റ്റാണ്. ഫോർ ഈസി ഫ്ലോ ഓഫ് സോൾഡർ ഇൻ ടു ജോയിൻറ്റ്. കേട്ടോ, ഇത് ചെറിയൊരു ഡൗട്ട് തോന്നും, പക്ഷെ എന്താ, എ കറക്റ്റാണ്, സിയും കറക്റ്റാണ് അല്ലേ. സോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. സോ ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ. 1 മെഗാ ഓം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു. ഇവിടെ തെറ്റിക്കരുത് കണ്ടോ. 1 മെഗാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മെഗാ ഈസ് ഈക്വൽ ടു 10⁻6 ആണ് നിങ്ങൾക്കറിയാം അല്ലേ. കിലോ, കെ എന്താ? അത് 10⁻3 ആണ്. ദെൻ ഗിഗ എത്ര? 10⁻9 ആണ്. ദെൻ ടെറ 1 TB എന്നൊക്കെ കിട്ടുന്നുണ്ടാവില്ലേ. ടെറ എത്ര? 10⁻12 ആണ്. സോ 1 മെഗാ ഓം എന്ന് പറയുന്നത് എത്ര? 10⁻6 ഓം ആണ്. ഇവിടെ പക്ഷേ എന്താ, എല്ലാം കെയിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. കെ എന്ന് പറയുന്നത് എന്താ? 1000 ആണ്. സോ 10⁻3 ഇൻറ്റു 10⁻3 ഓം എന്നതിൽ കൂടെ ഈ 10⁻3 ആണ് കിലോ. സോ 10⁻3 കിലോ ഓം, അതായത് 1000 കിലോ ഓം കേട്ടോ. 1000 കിലോ ഓം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ ഈസ്. വളരെ സിമ്പിളാണ്, പക്ഷേ കൺഫ്യൂഷനായിട്ട് സമയം വെറുതെ കളയരുത്. നെഗറ്റീവാണ് ആൻസർ. നമ്മൾ പറയാറില്ലേ ഇൻസുലേറ്ററിന് എന്താ? ഇൻസുലേറ്ററിന് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവാണ്. സെമി കണ്ടക്ടറിനും നെഗറ്റീവ്. ദെൻ അത് കണ്ടക്ടർ ആണെങ്കിൽ അല്ലേ, കണ്ടക്ടറിനാണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസും കൂടും, കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വിച്ച് എലമെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ? സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദി റെക്ടിഫയർ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓപ്പറേഷൻ ഓഫ്. റെക്ടിഫയർ നമ്മൾ ഡയോഡാണല്ലേ, ഡയോഡ് റെക്ടിഫയർ ആണ്. ആ റെക്ടിഫയർ ഓപ്പറേഷൻ നടത്തുന്നത് ആരാ? അത് ഡയോഡ് ആണ് അല്ലേ. ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് സ്യൂട്ടബിൾ ഓൺലി ഫോർ കാർ റേഡി, വേരിയബിൾ സ്പീഡ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, ബാറ്ററി ചാർജിങ്. ബാറ്ററി ചാർജിങ്ങിന് മാത്രമേ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. പിന്നെ RMS വോൾട്ടേജ് അറ്റ് ദി ട്രാൻസ്ഫോമർ സെക്കൻഡറി 6 വോൾട്ട്. പീക്ക് വാല്യൂസ് വളരെ സിമ്പിളാണ്. RMS എന്ന് പറയുന്നത് എന്താ? RMS എന്ന് പറയുന്നത് Vm/√2 ആണ് അല്ലേ. ഇവിടെ RMS 6 എന്ന് തന്നു, അപ്പം VM എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയായിരിക്കും? √2 അപ്പുറത്തേക്ക് പോകും. 6√2 എത്രയാണ്? 6 × 1.414. 6നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടി. 6 × 4 എത്രയാണ്? 24 അല്ലേ. സോ 2.4 കൂട്ടണം. അപ്പം 8.4 കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ഏതാ? 8.5 ഉണ്ട് ഇവിടെ അല്ലേ. യെസ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 8.4 അടുത്ത് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും. കാരണം ഞാൻ 0.4നെ കൊണ്ടേ ചെയ്തുള്ളൂ. 0.414 ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വാല്യൂ കിട്ടും. അത്രയേ ഉള്ളൂ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊന്നും വരൂല. ബേസ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് PCB. ഓക്കെ, PCB ഫാബ്രിക്കേഷന് യൂസ് ചെയ്യുന്ന ബേസ് മെറ്റീരിയൽ ഓപ്ഷൻ സി ഫൈബറും ഗ്ലാസ് എപ്പോക്സി ആണ്. ഇതൊക്കെ നിങ്ങളുടെ നിമിയ ടെക്സ്റ്റ് ബുക്കാണ്. ദെൻ എ ട്രാൻസിസ്റ്റർ ഹാസ്. ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പം NPNO PNP ആയിരിക്കും ഉണ്ടാവുക അല്ലേ. NPN 2 NP ജംഗ്ഷൻ അല്ലേ, 2 PN ജംഗ്ഷൻ അതാണ് ഉണ്ടാവുക. സോ 2 PN ജംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. എ ട്രാൻസിസ്റ്റർ ഈസ് എ ഡാഷ് ഓപ്പറേറ്റീവ് ഡിവൈസ് അല്ലേ. ട്രാൻസിസ്റ്റർ നമ്മളെങ്ങനെയാണ് അതിൻ്റെ ക്യാരൊക്കെ വരയ്ക്കുന്ന സമയത്ത് IC = β/IB എന്ന് പറയും അല്ലേ. സോ ബീറ്റ എന്താ? IC/IB. ഇതൊരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ അല്ലേ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആണ്. സോ കറണ്ട് ഓപ്പറേറ്റീവ് ഡിവൈസ് ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. ഓക്കെ അല്ലേ. യെസ്. ദെൻ SCR എന്താ? SCR ട്രാൻസിസ്റ്റർ ആണോ? അല്ല, ഒരു തൈറിസ്റ്റർ ആണ് അല്ലേ. ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഓപ്ഷൻ സി ആണ്. ഇൻ വൺ ഓഫ് ദി ഫോളോയിങ് ഡൊമസ്റ്റിക് അപ്ലയൻസ് യൂണിവേഴ്സൽ മോട്ടർ ഈസ് യൂസ്ഡ്. വളരെ
എളുപ്പമായിട്ടുള്ളതാണ്, പല പ്രാവശ്യമായിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നതാണ്. യൂണിവേഴ്സൽ മോട്ടോറിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് എപ്പോഴും പറയുന്നത് ഫുഡ് മിക്സർ ഗ്രൈൻഡർ അങ്ങനത്തെ കേട്ടോ, മിക്സറാണ് പറയുക കേട്ടോ. അപ്പോൾ ഫുഡ് മിക്സറും ഗ്രൈൻഡറും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സർ തന്നെ ചൂസ് ചെയ്യുക. മിക്സി കേട്ടോ, ഇൻ്റർവ്യൂ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, മിക്സിയിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഫോർ സേഫ്റ്റി ദി ഫ്യൂസസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ. ഫ്യൂസുകൾ നമ്മൾ എപ്പോഴും ഫേസ് കേബിളിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, എനി വയറിൽ യൂസ് ചെയ്യില്ല. ന്യൂട്രലിൽ നമ്മൾ എപ്പോഴും എന്താണ് സോളിഡ് കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ന്യൂട്രൽ കേബിൾ പഴയ കാലത്തെ വീടുകളിലൊക്കെ ഫ്യൂസ് എന്ത് ചെയ്യും, ന്യൂട്രലിൽ വെച്ചിട്ടുണ്ടാവും, പക്ഷേ വെക്കാൻ വേണ്ടി പാടില്ല. ഒരു ഫോൾട്ടിൻ്റെ സമയത്ത് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പാത്തിന് വേണ്ടിയിട്ട് ന്യൂട്രൽ കേബിൾ എപ്പോഴും എന്തായിരിക്കണം, സോളിഡ് ആയിരിക്കണം. ഓക്കെ, യെസ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാക്സിമം പെർമിസിബിൾ ലോഡ് ഇൻ ലൈറ്റിംഗ് സബ് സർക്യൂട്ട് എത്ര? 800 വാട്ട് അല്ലെങ്കിൽ 10 പോയിന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. യെസ്. കോപ്പർ ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് ദാറ്റ് പവർ ലോസ് കോസ്ഡ് ബൈ റെസിസ്റ്റൻസ് കോസ് ചെയ്യുന്നതാണ് കോപ്പർ ലോസ്. ദെൻ അയൺ ലോസിലാണ് എഡ്ഡി കറണ്ട് ലോസും ഹിസ്റ്റീരിസിസ് ലോസും ഒക്കെ വരുന്നത് അല്ലേ. യെസ്. ദെൻ ഹിസ്റ്റീരിസിസ് ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് റിഡ്യൂസ്ഡ് ബൈ യൂസിങ് ദി പ്രോപ്പർ മെറ്റീരിയൽ ഇൻ ദി കോർ. ഓക്കെ, ലാമിനേഷൻ അല്ലാന്ന് മനസ്സിലാക്കുക. ലാമിനേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? അത് എഡ്ഡി കറണ്ട് ലോസിനാണ് കേട്ടോ. എഡ്ഡി കറണ്ടിനാണ് നമ്മൾ ലാമിനേഷൻ യൂസ് ചെയ്യുക. ഹിസ്റ്റീരിസിസ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോർ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യണം. ഓക്കെ അല്ലേ. ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു ചേഞ്ച് ദി വാല്യൂ ഓഫ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. ദെൻ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, പവർ കോൺസ്റ്റൻ്റ് ആണ്, പവർ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ്. കളർ ഓഫ് ഡ്രൈ സിലിക്ക ജെൽ ഈസ്, ഡ്രൈ സിലിക്ക ജെല്ലിൻ്റെ കളർ ബ്ലൂ ആണ്. ദെൻ അത് കുറേ കാലം കഴിഞ്ഞ് കുറേ മോയ്സ്ചറൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിങ്ക് കളറിലേക്ക് മാറും. തെർമൽ ഓവർലോഡ് റിലേ ഈസ് പ്രൊവൈഡഡ് ഇൻ സ്റ്റാർട്ടർ ടു പ്രൊട്ടക്ട് ദി മോട്ടോർ അഗെയിൻസ്റ്റ് എക്സസ് കറണ്ട്. ഇത് മെഷീനിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, സ്റ്റാർട്ടേഴ്സ്, മെഷീൻസ്. ദെൻ കഴിഞ്ഞ ആ വീഡിയോ സീരീസിൽ ഞാൻ 3 പോയിന്റ് സ്റ്റാർട്ടറൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഇഞ്ചിങ് ഓപ്പറേഷൻ ഈസ് ഓൾസോ കോൾഡ് ജോഗിങ് കേട്ടോ. ഇത് മെഷീൻസിൽ വരുന്നൊരു പാർട്ടാണ്. ഇഞ്ചിങ് ജോഗിങ് എന്നൊക്കെ പറയുന്നത് ഒരു കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലും ചെറിയ റൊട്ടേഷൻസ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ചെറിയ സ്റ്റെപ്പായിട്ട് നമ്മുടെ സ്റ്റെപ്പർ മോട്ടറൊക്കെ പോലെയുള്ള ചെറിയ റൊട്ടേഷൻസ് ആവശ്യമായിട്ട് വരും. അതിന് പറയുന്ന പേരാണ് ഇഞ്ചിങ് അല്ലെങ്കിൽ ജോഗിങ് കേട്ടോ. നിങ്ങളുടെ മെഷീൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിമിയിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ദെൻ എ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് വൗണ്ട് റോട്ടറാണ് സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടോറിന് ഉണ്ടാവുക. ദെൻ ഇൻ എ ഷെയ്ഡഡ് പോൾ സിംഗിൾ ഫേസ് മോട്ടോർ റിവോൾവിംഗ് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഷെയ്ഡിങ് റിങ്. ഓക്കെ, കോപ്പർ ഷെയ്ഡിങ് റിങ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഓൾ ദി കോയിൽസ് വിൽ ഹാവ് ദി സെയിം കേട്ടോ, ഹാവ് എന്നാണ് കേട്ടോ അത്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിൻ്റെ കേസിൽ എല്ലാ കോയിൽസിനും സെയിം ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ദി ടിപ്പ് ഓഫ് ദി സോൾഡറിങ് അയൺ ഈസ് മെയ്ഡ് ഓഫ്, കോപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾഡറിങ് അയണിൻ്റെ ടിപ്പ്. ദെൻ സോൾഡർ വ്യത്യാസം ഉണ്ടാവും, ലെഡ് ഉണ്ടാവും, ടിൻ ഉണ്ടാവും അല്ലേ. അത് ഓരോരോ മെറ്റൽ അനുസരിച്ചും അലൂമിനിയം ഉണ്ടാവും, അത് മെറ്റീരിയൽ അനുസരിച്ചിട്ട് സോൾഡർ മാറും. ഓക്കെ. ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഇൻ സ്റ്റേ വയർ. സ്റ്റേ വയറിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ നമ്മൾ സ്റ്റേ ഇൻസുലേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ എഗ് ടൈപ്പ് ഇൻസുലേറ്റർ എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പം ഒരു പോസ്റ്റ്, ഓക്കെ, ഒരു പോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേ വയർ കൊടുക്കും അല്ലേ. സ്റ്റേ വയർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻസുലേറ്റർ വെക്കും കേട്ടോ. ഇവിടെ ഒരു ഇൻസുലേറ്റർ കൊടുത്തിട്ട് പിന്നെ ഈ ഇൻസുലേറ്റർ എന്നായിരിക്കും ആ സ്റ്റേ വയർ പോകുന്നുണ്ടാവുക. അതായത് ഈ പാർട്ടും ഇൻസുലേറ്റർ ആയിരിക്കും. ഇതിന് നമ്മൾ ഗൈ ഇൻസുലേറ്റർ, എന്താ പറയുക, എഗ് ടൈപ്പ് ഇൻസുലേറ്റർ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈൽ യൂസിങ് വുഡൻ പോൾ ദി സ്പാൻ ഷുഡ് നോട്ട് എക്സീഡ് 40 to 50 മീറ്റർ കേട്ടോ. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗേറ്റ് എ ഹൈ ഔട്ട്പുട്ട് വിത്ത് ഓൾ ദി ഇൻപുട്ട് ഹൈ. അതായത് എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് ഏത് ഗേറ്റിലാണ്? അത് ആൻഡ് ഗേറ്റിലാണ് അല്ലേ. സോ ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ 2 ഇൻപുട്ടും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവൂ. ഓറിൻ്റെ കേസിലോ, ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവും. 2ഉം 1 ആയാലും 1 ആവും അല്ലേ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. എപ്പോക്സി കോമ്പൗണ്ട് യൂസ്ഡ് വിത്ത് അണ്ടർഗ്രൗണ്ട് കേബിൾ ഡസ് നോട്ട് നീഡ് ഹീറ്റിംഗ് ആണ്. ദി ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് കൊറോണ ആർ മാക്സിമം ഡ്യൂറിങ്. ഓക്കെ, ഡ്രൈ കണ്ടീഷനിലും കൊറോണ കുറവായിരിക്കും,
ഹ്യൂമിഡ് കണ്ടീഷനിലാണ് അവിടെ കൊറോണ കൂടുതലായിട്ട് ഉണ്ടാവുക. ദി ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് സർജ് ഇമ്പിഡൻസ് ഓഫ് എ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഓക്കെ. സോ 50 ohm ആണ് ആൻസർ. കണ്ടക്ടർ ക്യാരീസ് മോർ കറണ്ട് ഓൺ ദി സർഫേസ് ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് കോർ. ഫിനോമിനൻ ഈസ് കോൾഡ് സ്കിൻ എഫക്റ്റ് അല്ലേ. അതിൻ്റെ റിയാക്റ്റൻസിലുള്ള വ്യത്യാസം കൊണ്ട് അതിൻ്റെ സെൻട്രൽ കൂടുതൽ റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് ആയിരിക്കും. സോ സർഫേസിൽ കൂടിയായിരിക്കും കൂടുതലായിട്ട് കറണ്ട് പാസ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. കാരണം ലാർജസ്റ്റ് സൈസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് യൂണിറ്റ് ഇൻ ഇന്ത്യ അത് ഡിലീറ്റഡ് ആണ്. ഫോർ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജിന് ഏതാ യൂസ് ചെയ്യുക? പെൽട്ടൺ ടർബൈൻ അല്ലേ. വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. പെൽട്ടണും കപ്ലാനും ഫ്രാൻസിസും പ്രൊപ്പലറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ടു നോക്കുക. കൺട്രോൾ റോഡ് യൂസ്ഡ് ടു ന്യൂക്ലിയർ റിയാക്ടർ ആർ മെയ്ഡ് ഓഫ് ബോറോൺ. ഇത് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്താണ്, കണ്ടു നോക്കുക. ഫ്രാക്ഷൻ ഓഫ് സോളാർ കളക്ടർ ഈസ് ഓഫ് കൺവേർട്ടിംഗ് സോളാർ എനർജി ഇൻ ടു ഓക്കെ ഫങ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ഫങ്ഷൻ ഓഫ് എ സോളാർ കളക്ടർ ഈസ് ഓഫ് കൺവേർട്ടിംഗ് സോളാർ എനർജി ഇൻ ടു തെർമൽ എനർജി. കാരണം സോളാർ കളക്ടറും ഫോട്ടോ വോൾട്ടായിക്കും വേറെയാണ്. ഫോട്ടോ വോൾട്ടായിക്ക് എന്താ? അത് സെല്ലാണ് അല്ലേ. സോളാർ എനർജി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്നതാണ് ഫോട്ടോ വോൾട്ടായിക്ക്. ഇത് സോളാർ കളക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന സോളാർ എനർജിയെ നമ്മൾ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദി ഡിജിറ്റ് യൂസ്ഡ് ഇൻ ബൈനറി നമ്പർ സിസ്റ്റം എന്താ? 0 1 ആണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് ടു ഐഡൻറ്റിഫൈ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറേറ്ററിലാണ്, നമുക്കറിയാം അല്ലേ. ജനറേറ്ററിലാണ് യൂസ് ചെയ്യുക. ജനറേറ്ററിൽ എന്താണ് ഔട്ട്പുട്ട്? ജനറേറ്ററിൽ EMF ആണ് ഔട്ട്പുട്ട്. പക്ഷേ ഇവിടെ കൊടുത്തത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ജനറേറ്റർ. അത് തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് അത് തെറ്റാണ്. പലരും ഇത് ബിയിലേക്ക് ചാടാറുണ്ട്, അതുകൊണ്ട് തെറ്റ്. കണ്ടോ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കറക്റ്റാണ്. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കിട്ടാനല്ലേ? യെസ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ജനറേറ്റർ സെറ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ DC ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ഡ്രൂപ്പിംഗ് ക്യാര യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെൽഡിംഗ് ജനറേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ എ DC ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്ററാണ് ആൻസർ. പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് യൂഷ്വലി സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. കാരണം പോളിഫേസ് ആണെങ്കിൽ അത് മോർ ദാൻ 1 നമ്പർ ഓഫ് ഫേസസ് ആണ്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഇൻ എ 3-point സ്റ്റാർട്ടർ ദി നോ വോൾട്ട് കോയിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത്. ഓക്കെ, 3-point സ്റ്റാർട്ടർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തൊരു കാര്യമാണ്, ക്ലാസ് ആണ്. ആവശ്യമെങ്കിൽ കണ്ടു നോക്കുക. ഫീൽഡിന് സീരീസ് ആണ്. വയർ ഗേജ് ഈസ് യൂസ് ടു മെഷർ. ഒരു വയറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് വയർ ഗേജ് യൂസ് ചെയ്യുക. ലെങ്ത് ആണോ? അല്ല. ഏരിയ ആണോ? അല്ല. ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഡയമീറ്റർ ആണ്. കൂളൻ്റ് ഈസ് യൂസ്ഡ് ഫോർ കൂളിംഗ് ദി. ഇത് മെഷീൻ കട്ടിങ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യം കേട്ടോ. കൂളൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കട്ടിങ് ടൂളിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവും അല്ലേ. അത് ജോബിനെ കൂൾ ചെയ്യാനാണോ? അല്ല. ജോബിനെയും ഹോട്ട് ചിപ്സിനെയും മെഷീനെയും ഒന്നുമല്ല, കട്ടിങ് ടൂളിനെ കൂൾ ചെയ്യാനാണ്. ടൈപ്പ് ഓഫ് ഇൻ വിച്ച് ടൈപ്പ് ഫയർ ബോത്ത് ഫോം ആൻഡ് ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ക്യാൻ ബി യൂസ്ഡ്? ക്ലാസ് ബി ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയുള്ളതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വിച്ച് വൺ ഓഫ് ദി മെറ്റീരിയൽ ഈസ് ഓഫ് ദി ആറ്റം കണ്ടെയ്ൻ ഓൺലി 4 ഫ്രീ ഇലക്ട്രോൺ? 4 ഫ്രീ ഇലക്ട്രോൺ ഉള്ളു. ഗോൾഡ്, കോപ്പർ, ജെർമേനിയം, മൈക്ക. 4 ഫ്രീ ഇലക്ട്രോൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സെമി കണ്ടക്ടറാണ്. ജെർമേനിയം, സിലിക്കൺ ആണ് നമുക്കറിയുന്ന സെമി കണ്ടക്ടർ അല്ലേ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് എമംഗ് ദി ഫോളോയിങ് മെറ്റീരിയൽ? നമുക്കറിയാം ഇൻസുലേറ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ ഏകദേശം മെറ്റൽ പോലത്തെയാണ് അല്ലേ. ദെൻ സെമി കണ്ടക്ടറിന് എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാവുന്ന സെമി കണ്ടക്ടർ ഇവിടെ ഇല്ലതാനും. ടങ്സ്റ്റൺ, കാർബൺ, ഗോൾഡ്, സിൽവർ. പക്ഷേ കാർബൺ സെമി കണ്ടക്ടറാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഒന്ന് എഴുതി നോക്കിയാലോ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. കാർബൺ എത്രയാണ്? 6 ആണ്. 2 4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണെങ്കിൽ അത് സെമി കണ്ടക്ടറാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓർമ്മയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ലേറ്റസ്റ്റ് ട്രേഡ്സ്മാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. യെസ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ചോദ്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞേ, ഈ ചോദ്യങ്ങൾ കണ്ടിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട് ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി, ടഫ്നെസ് ലെവൽ? യെസ്, ഇത് പക്ക ITI ലെവലാണ്.
പക്ക ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ചോദ്യങ്ങളും ഏകദേശം ഒരു 75 മുതൽ 80 വരെ ചോദ്യങ്ങളൊക്കെ ITI നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ വീഡിയോ സീരീസ് കണ്ടു നോക്കാം. 46 വീഡിയോസ് ഉണ്ട്, അത് മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാനിത് ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാനിത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീണ്ടും മറ്റ് വീഡിയോസുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.